ഹലോ, നമ്മുടെ മഴതോറും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലോട്ട് പോയാലോ? അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ മേളിലത്തെ റൂമിലായി. അതോടൊപ്പം തന്നെ നമ്മുടെ വൈജയ്ക്ക് അതൊട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യം, അതിനേക്കാളേറെ സഹിക്കാൻ പറ്റാത്തത് ബാലചന്ദ്രൻ എല്ലാവരും കേൾക്കെ പറയുന്നുണ്ട്, ഇനി എൻ്റെ കാര്യങ്ങൾ അലീന നോക്കിയാൽ മതി എന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ അലീനയെ നമുക്ക് നമ്മുടെ വൈജയന്തിക്ക് കണ്ണിന് എടുത്താൽ പിടിക്കാത്ത ഒരാളാണ്. എന്ത് ചെയ്യാനാണ്, നടുക്കടലിലായ ഒരവസ്ഥയായി അലീനയുടേത്. അലീന പോകാൻ വേണ്ടി ഇരുന്നതാണ്. കാര്യം അലീന കാരണം ഈ കുടുംബത്ത് ഒച്ചപ്പാടും ബഹളവും തമ്മിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ട് അലീന എന്തായാലും ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാം എന്നുള്ള രീതിയിൽ നിന്നപ്പോൾ ബാലേന്ദ്രൻ എന്ത് ചെയ്താൽ വിടില്ല. ബാലേന്ദ്രൻ പറയുന്നത്, നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആ നിമിഷം ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അലീനയ്ക്ക് വേറൊരു അർത്ഥത്തിലെടുക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ സത്യങ്ങൾ മനസ്സിലാക്കിയാണ് ബാലചന്ദ്രൻ ഇത് പറയുന്നു എന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലാവുന്നില്ല. അലീന മനസ്സിൽ കരുതുന്നത് മാഡത്തിനോടുള്ള ആ ഒരു വൈരാഗ്യവും ആ വിദ്വേഷവും ഒക്കെ അലീനേനെ നിർത്തിക്കൊണ്ട് ബാലേന്ദ്രൻ കാണിക്കുന്നു എന്നുള്ളതാണ് അലീനയ്ക്കൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മുടെ അലീന എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വൈജയന്തി നിക്കടി എവിടെയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താണ് മാഡം എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഇവിടെ ഈ വീട്ടിലെ കാര്യങ്ങൾ, ഇതെൻ്റെ വീടാണ്, ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാണ്ട് ബാലേന്ദ്രനല്ല. ഇവിടെ ആര് നിൽക്കണം ആര് പോകണം എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിക്കും. ഇന്നിപ്പോൾ ഈ സമയം ആയതുകൊണ്ട് നാളെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മുഖം ഈ വീട്ടിനകത്ത് കാണാൻ പാടില്ല. ആയിക്കോട്ടെ, എനിക്കതിലൊരു കുഴപ്പമില്ല. പിന്നെ നിനക്ക് ഇനി തരാനുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതൊന്നും ഇനി ഞാൻ കണക്ക് പറയുന്നില്ല. ബാലചന്ദ്രൻ നിൻ്റെ പേരിൽ ഒരു അക്കൗണ്ടിൽ ഒരു വൻതുക ഇട്ടിട്ടുണ്ടല്ലോ, അത് ഇച്ചിരി കൂടിയിരുന്നോട്ടെ. നീ ഈ കുടുംബത്ത് വന്നതിൻ്റെ ഒരു പാരിതോഷികമായിട്ട് എൻ്റെ കണക്കായിട്ടിരുന്നോട്ടെ എന്ന്. അപ്പോൾ പറയും, അങ്ങനെ എനിക്ക് വേണ്ട മാഡം, എന്തായാലും ആ പണം ഞാൻ ഇവിടെ തന്നിട്ടേ ഞാൻ പോവുള്ളൂ. വേണ്ട, നീ ആ പണം തിരിച്ചു തരണ്ടെന്ന് നമ്മുടെ വൈജ പറയുന്നുണ്ട്. ഇല്ല മാഡം, ആ പണം എനിക്ക് ആവശ്യമില്ല, അത് ഞാൻ എന്തായാലും തിരിച്ചു തരും. പിന്നെ എനിക്കിവിടെ നിൽക്കണം എന്ന് നിർബന്ധമൊന്നും എനിക്കില്ല, ഞാൻ പൊക്കോളാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഇനി നിൻ്റെ മുഖം ഇവിടെ കണ്ടുപോരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും വൈജ വിടുന്നില്ല. വൈജ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ബാലചന്ദ്രൻ്റെ കൂടെയുള്ള ഒരു ദേഷ്യം മൊത്തം കാണിക്കണത് നമ്മുടെ അലീനയുടെ അടുത്താണ്. അപ്പോൾ അലീന പലയിടത്ത് പിന്നെ പറയുന്നുണ്ട്, നീ എന്നിവിടെ കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങിയതാണ് ഈ കുടുംബത്തിൻ്റെ അടിവേരിളകാൻ. അപ്പം ഞാനാണോ കാരണക്കാരി? മാഡം ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരാ ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മാഡം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? മാഡം ഒന്ന് പറഞ്ഞ്. എന്താണ് നിങ്ങളെ അമ്മയെ നോക്കി ഇത്രയും നല്ല രീതിയിൽ പരിപാലിച്ച് വന്നതോ, അതോ നിങ്ങളുടെ വീട്ടിലെ ജോലിയും ഹോം നേഴ്സിൻ്റെ പണിയും എല്ലാം ഒരുമിച്ച് ഞാൻ എന്തെങ്കിലും ഒരു കുറവ് അതിൽ ഞാൻ വരുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ മോൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തിട്ട് ആ കുറ്റം ഞാൻ ഏൽക്കാത്തത് കൊണ്ടോ, അതോ നിങ്ങളുടെ മോനും നിങ്ങളുടെ ആങ്ങളയുടെ മോനും കൂടെ ചേർന്ന് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാൻ സ്വയം കുത്തി മരിക്കാൻ ശ്രമിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? നിങ്ങളുടെ ഗംഗാധര, അതായത് മനുവേട്ടൻ്റെ അനിയൻ ഹരി എൻ്റെ ഒരു രാത്രിക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ കിടന്ന് കെഞ്ചിയതോ? ഇതൊക്കെയാണോ ഞാൻ ചെയ്ത തെറ്റ്? അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ അലീന വൈജയന്തിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അലീന പറയുന്നുണ്ട്, ഒരിക്കലും ഈ കുടുംബം നന്നാവില്ല, കുടുംബം നന്നാവണമെങ്കിൽ നിങ്ങളാദ്യം നന്നാവണം മാഡം എന്ന് കൈ ചൂണ്ടിക്കൊണ്ട് നമ്മുടെ അലീന പറയുകയാണ്. ഇത് കേട്ടിട്ട് വൈജയ്ക്ക് അങ്ങോട്ട് ഭയങ്കര ദേഷ്യമാണ്. നീ ആരോടടി സംസാരിക്കുന്ന, ആരോടാണ് സംസാരിക്കണേന്നും എന്താണ് പറയണേന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ കുടുംബം നന്നാവണമെങ്കിൽ ആദ്യം നിങ്ങൾ നന്നാവണം, അല്ലാണ്ട് ഈ കുടുംബം നന്നാവില്ല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതെങ്കിലും പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് അലീന പറയുന്നുണ്ട്, നീ ആരോടടി എന്താടി പറയണേ, എന്താ പറയണേന്ന് ഇനി പറയാൻ പോണത് എന്താണെന്നും ഒക്കെ എനിക്കറിയാം. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. നിനക്ക് എന്തുവാടി ഇതിന് മാത്രം പറയാനുള്ളതെന്ന് വൈജ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പറയുന്നുണ്ട്. പക്ഷേ അലീന വിട്ടുകൊടുത്തില്ല കേട്ടോ. അലീന ഒപ്പത്തിനൊപ്പം നിന്നതിൻ്റെ നല്ല മറുപടി വൈജയ്ക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. പക്ഷെ അവസാനം വൈജയുടെ വാ പൊട്ടിക്കെട്ടും കണക്ക് ഡയലോഗ് അടിച്ചിട്ടാണ് അലീന അവിടെ നിന്ന് പോണത്. അത് കഴിഞ്ഞ് നേരെ മുത്തശ്ശിയുടെ റൂമിൽ പോയിട്ട്, മുത്തശ്ശി ആ ഫോണൊന്നും തരാമോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ ഇപ്പോൾ വരില്ല, സാറ് വിടുന്നില്ല രേവതിക്കുട്ടി, ചിലപ്പോൾ ഒരാഴ്ച, എന്തായാലും ഒരാഴ്ചക്കകത്ത്
മേഡം എന്നെ എടുത്ത് പുറത്തെറിയും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ നാളെയും മറ്റന്നൊന്നും വരത്തില്ല. ചേച്ചി എന്തിനാ അതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ചേച്ചി ഇങ്ങ് പോര്, സാറ് വരുന്നവരെ കാത്തിരുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ ഇനി എന്തിനാ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞ് രേവതിക്കുട്ടി വഴക്ക് പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റില്ല മോളെ. കാരണം വെച്ചാൽ സാറിൻ്റെ അവസ്ഥ ഇങ്ങനെ, മാഡം ആണെങ്കിൽ 4ലും 3ലും ചേരാണ്ട് അത് വേറൊരവസ്ഥ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. മുത്തശ്ശി ഇതൊക്കെ ശ്രദ്ധിച്ച് കിടക്കുന്നുണ്ട് അലീന സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? രണ്ടുപേരും രണ്ടിടത്തു നിന്നുള്ള രീതിയിലാണ്. ആരും വിട്ടുകൊടുക്കുന്നില്ല. മാഡവും വിട്ടുകൊടുക്കില്ല, സാറും വിട്ടുകൊടുക്കില്ല. അതാണ് അവസ്ഥ. ഇനി എന്തായി തീരുന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ വരുമെന്നുണ്ടെങ്കിൽ നിന്നെ വിളിക്കാം, അത് പറയാൻ വേണ്ടി വിളിച്ചതാണ്. മനുവേട്ടൻ എന്ത് പറയണു രേവതി ചേച്ചി? അപ്പോൾ പറയണം, മനുവേട്ടൻ ഇവിടെ നിന്ന് പോകണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി എന്നുള്ളതാണ് മനുവേട്ടൻ പറയുന്നത്. അപ്പോൾ എന്തായാലും മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. ശരി ചേച്ചി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് രേവതി കുട്ടി അലീനെ ഫോൺ വെക്കുകയാണ്. അലീനെ ഫോൺ കൊണ്ടുവന്ന് മുത്തശ്ശിയെ കൊടുക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്തിനാ വല്ലവരുടെ അടുത്ത് നമ്മുടെ കുടുംബ കാര്യങ്ങളൊക്കെ പറയുന്നത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, രേവതി കുട്ടി വല്ലവരും ആണോ? എൻ്റെ അനിയത്തിയല്ലേ, രക്തബന്ധമൊന്നും അല്ലല്ലോ. അപ്പോൾ അലീന പറയും, രക്തബന്ധങ്ങളെ കണക്കൊന്നും മുത്തശ്ശി പറയണ്ട, ഇവിടെ പലതും ഞാൻ കാണുകയല്ലേ. എന്നിട്ട് മുത്തശ്ശി പെട്ടെന്ന് മുത്തശ്ശിയുടെ വായിൽ വരുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നീ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ. ശരിയാ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ശരിയാ, കഴക്കൂട്ടെന്ന് കുറേ പ്രശ്നങ്ങളുമായിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിവിടെ മൊത്തം വെതറി. അങ്ങനെയാണോ മുത്തശ്ശി? ഞാൻ അങ്ങനെ പറഞ്ഞല്ല അങ്ങനെ പറഞ്ഞല്ല മോളെ. എങ്കിലും പ്രശ്നങ്ങൾ ഒന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. അതാ മുത്തശ്ശി ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം. ഞാൻ അതാണോ ഉദ്ദേശിച്ചത്? നിൻ്റെ അടുത്ത് പോകാനാണോ പറഞ്ഞത്? എന്നിട്ട് പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, നീ പോകാൻ വേണ്ടിയിട്ടല്ലടി മോളെ പറഞ്ഞത്, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ ആലോചിച്ച് പറഞ്ഞതാണ്. ഒരിക്കലും വൈജ നന്നാവണം മട്ടില്ല. വൈജ നന്നായല്ലാണ്ട് ഈ കുടുംബം നന്നാവില്ല, അതെനിക്ക് ഉറപ്പാണ് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട്, ഞാൻ സ്വയം ഇവിടെ വലിഞ്ഞു കയറി വന്നയാണോ മുത്തശ്ശി? ഇവിടുത്തെ മുത്തശ്ശൻ എന്നെ അവിടെ വന്ന് കണ്ട് ഞാൻ ആരാണ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ കിടക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ആലോചിച്ച് കിടക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണജക്കുട്ടി ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് അവിടെ നേരത്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു കാറ് വരുന്നു. നോക്കുമ്പോൾ നമ്മുടെ ഗംഗാധരനും മാലതിയും കൂടെ വരികയാണ്. അപ്പോൾ അവർ വരുന്ന സമയത്ത് കൃഷ്ണജക്കുട്ടി ഓടി ചെല്ലണമെങ്കിൽ ഗുഡ് മോർണിംഗ് ആൻറ്റി, ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ എങ്ങനെയുണ്ട് മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരാണ്? എല്ലാവരിലും പ്രശ്നമാണ്, എല്ലാവരും ടെൻഷനാണെന്നൊക്കെ നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഗംഗാധരൻ്റെ മാലതിയും കൂടെ മുത്തശ്ശിയെ കാണാൻ പോവാണ്. അപ്പോൾ ഇന്ന് പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് മുത്തശ്ശി കുറേ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ കിടക്കണു എന്നേ ഉള്ളൂ, ഒന്നിനും ഒരു കുറവില്ല, ആഹാരത്തിനായാലും എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ കുടുംബം ഇതാണോ? എൻ്റെ 3 ആമക്കളും 3 സ്ഥലത്ത്, ഞാൻ ഈ വൈജയുടെ വീട്ടിൽ വന്ന് കിടക്കേണ്ട ആളാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി ഗംഗാധരനോട് സങ്കടം പറയുകയാണ്, മോൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, അമ്മ സമാധാനമായിട്ട് ഇരിക്കുക, അമ്മയ്ക്ക് ഇപ്പോൾ മനസ്സിന് എന്താണ് പ്രയാസം എന്ന് വെച്ചാൽ എന്നോട് പറയുക. പ്രയാസം എന്തെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും പറയാനില്ലടാ മോനേന്ന് മുത്തശ്ശി പറയുകയാണ്. ചില സമയം സങ്കടം വരും, ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കുന്നില്ല, അപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരും, അതിപ്പോൾ സങ്കടമാണോ എന്നൊന്നും പറയാനില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ മോനൊരു വല്ലാത്ത സങ്കടം, ഗംഗാധരനൊരു സങ്കടം, അതുപോലെ മുത്തശ്ശിയും മനസ്സൊന്ന് സങ്കടപ്പെട്ട പോലുള്ള ഒരു ഫീലിങ്സ്. ഇതൊക്കെ കേട്ട് മാലതിക്കും ഒരു പ്രയാസമായി. മാലതി പെട്ടെന്ന് തന്നെ വിഷയം മാറ്റാൻ വേണ്ടി പതുക്കെ ചോദിച്ചു, അമ്മേ ഈ അച്ഛൻ എപ്പോഴെങ്കിലും പോണെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ ഈ അലീന എന്നുള്ള പേര് ഒരു 10-15 വർഷം മുന്നേ? ഇല്ല എന്നിങ്ങനെ മറുപടി മുത്തശ്ശി പറയുകയാണ്. അപ്പം മാലതി വീണ്ടും ചോദിച്ചു, ആ പേര് അമ്മ കേട്ടിട്ടേ ഇല്ല? അപ്പം മുത്തശ്ശി പറഞ്ഞു, ഇല്ല, എന്തേ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, എന്തോ കാര്യമുണ്ട് എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, അല്ലമ്മേ, അവൾ അമ്മയുടെ അടുത്ത് വെറുതെ അമ്മയുടെ ആ മൈൻഡ് ഒന്ന് മാറാൻ വേണ്ടി ചോദിച്ചതാ. ആണോ? അപ്പോൾ പക്ഷേ എങ്കിലും മുത്തശ്ശിക്ക് മാലതി അങ്ങനെ ചോദിച്ചതിലൊരു ചെറിയൊരു ചിന്ത ഇങ്ങനെ വന്നു, എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എന്തായാലും അമ്മ ഇന്ന് ഞങ്ങൾ പോവാണ് എന്നൊക്കെ ഗംഗാധരൻ പറഞ്ഞു. ഇന്ന് പോകണ്ട മോനെ, എന്തായാലും നാളെ പോവാം, നിങ്ങൾ പെട്ടെന്ന് പോകണമെന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമമാണ് നമ്മുടെ മുത്തശ്ശി ഗംഗാധരനോട് പറയുകയാണ്.
ഈ ഗംഗാധരൻ്റെ അമ്മയാണ് കേട്ടോ നമ്മുടെ ഈ മുത്തശ്ശി എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അമ്മയും മോനും തമ്മിലുള്ള സംഭാഷണമാണ് ഈ നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവർ മുത്തശ്ശി നമ്മുടെ ഗംഗാധരൻ്റെ അമ്മ പറയുന്നുണ്ട്, ഈ വീട്ടിലാകെ പ്രശ്നമിടാൻ മോനെ, ആ കൊച്ചിനെ ഇട്ട് അവളെ എല്ലാ പാടുപെടുത്തുന്നുണ്ട്, എന്തൊക്കെ വൃത്തിയുടെ ആ കൊച്ചിനോട് പറയണം, അതിനെ മാട്ട. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, വൈജയന്തി എന്ത് ഇങ്ങനത്തെ സ്വഭാവം അമ്മേ? അപ്പോൾ നമ്മുടെ മാലതി ഗംഗാധരനോട് പറഞ്ഞു, വൈജയനൊന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം ഗംഗേട്ട, ഇങ്ങനെ പോയാൽ ഈ കുടുംബം താറുമാറാകും, ആ കൊച്ചു കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നില്ലേ എന്നൊക്കെ മുത്തശ്ശിയും നമ്മുടെ മാലതിയും പറഞ്ഞു. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, എന്തായാലും ഞാൻ അലീനയുടെ നമ്മുടെ വൈജയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, നിന്നെ പേടി അവൾക്കെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. പേടി മറ്റൊന്നുമില്ല, ചെറിയൊരു ബഹുമാനം എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ പോയി പിന്നെ അലീനയെ കാണാണ്. അലീനയുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മാഡമായിട്ട് ഇവിടെ വളരെ ഇതാണ് സാറേ കാപ്പി എടുക്കാൻ ഞാനെന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നതെന്ന് മാലതിയും ഗംഗാധരനും പറഞ്ഞു. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താണ്? രണ്ടുപേരും രണ്ടിടത്താണ്. മാഡം എല്ലാം ഒതുക്കി പിടിച്ച് ഒരു ബോംബ് എപ്പോൾ പൊട്ടിക്കണം എന്നുള്ള രീതിയിലായിട്ട് നടക്കണു. എന്നെ കാണുമ്പോൾ കടിച്ച് കീറി തിന്നാനുള്ള ദേഷ്യം. അങ്ങനെ സാറാണെങ്കിൽ വേറൊരു തരത്തിൽ. രണ്ടുപേരും രണ്ട് റൂമിലായിട്ട് ഇപ്പോൾ കഴിയണു. ആകെ ഒരു ഇത് തന്നെയാണ്. ഇത് എത്രത്തോളം ഇങ്ങനെ പോകുന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ അവളെ വായിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് അവർ ആലോചിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ വൈജ ബാങ്കിൽ പോകാനായിട്ട് റെഡി ആയിട്ട് വരികയാണ്. നിങ്ങളെപ്പോൾ വന്നു ഗംഗേട്ട ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, നീ എങ്ങോട്ടാണ് പോകണം? അത് ബാങ്കിൽ നിന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുമ്പോൾ എന്താവാൻ കണ്ടില്ലേ, ബാലചന്ദ്രൻ ഇപ്പോൾ അപ്സ്റ്റെയർ ആയിട്ടുണ്ട്. അയാൾക്ക് അതാണ് സമാധാനമെങ്കിൽ അയാൾ അങ്ങനെ കിടന്നോട്ടെ എന്ന് നമ്മുടെ ഗംഗാധരൻ വൈജയോട് പറയുന്നുണ്ട്. ഓക്കെ, എന്നെ ഡൈവോഴ്സ് ചെയ്തൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, അലീന എന്ന് പറയുന്ന അവളെ ഞാൻ ഇവിടെ ഇട്ടയ്ക്കുമെന്ന് വിചാരിക്കണ്ട, ഞാൻ ചെകിടടിച്ച് പുറപ്പിച്ച് അവളെ ഞാൻ ഇവിടെ നിന്ന് പുറത്താക്കുമെന്ന് വൈജ പറയുന്നത്. നീ എന്തിനാണ് അങ്ങനെ അത്രയും ദേഷ്യം ആ കുട്ടിയോട് കാണിക്കുന്നതെന്ന് നമ്മുടെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. കാണിക്കുന്നതോ? അവളെ ഞാൻ കാണിച്ചു തരാം, അവളെ കരണം പൊളിച്ച് ഞാൻ അവളെ വെളിയിലാക്കുമല്ലോ എന്ന് വൈജ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാലതി വൈജയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ ആവശ്യമില്ലാണ്ട് ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയാണോ? നിൻ്റെ തോന്നലുകളാണ്, നീ ഓരോന്ന് ആവശ്യമില്ലാണ്ട് ചിന്തിച്ച് കൂട്ടുന്നതാണ്. അപ്പോൾ വൈജ പറയുന്നത്, കണ്ടില്ലേ ഇന്നലെ ആരോ വിളിച്ചിട്ട് കോളിംഗ് ബെല്ല് വെച്ചേക്കുന്നു, അവളെ 24 മണിക്കൂർ ബെല്ലടിച്ച് മേളിലോട്ട് എത്തിക്കാൻ. അവളൊക്കെ ഓട്ടോം കയറ്റം ഞാൻ കുറേ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വീട്ടിൽ വേലക്കാരിക്കാണോ സ്ഥാനം അതോ സ്വന്തം ഭാര്യയ്ക്കാണോ എന്നുള്ളത് എനിക്ക് ഇന്ന് തീരുമാനിക്കണമെന്ന് നമ്മുടെ വൈജ പറയുന്നുണ്ട്. വൈജ കടിച്ച് കീറാൻ നിൽക്കും കണക്കാണ് ഗംഗാധരൻ്റെ അടുത്തും മാലതിയുടെ അടുത്തും അലീനയുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയണത്. അപ്പോൾ ഇത് എത്രത്തോളം ഇനി മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം. ഏകദേശം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നത്. വരും ദിവസങ്ങളിൽ അലീന നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അതായത് ബാലേന്ദ്രൻ്റെയും വൈജയുടെയും ഇടയിൽ കിടന്ന് ശരിക്കും ശ്വാസം മുട്ടുന്നത് നമ്മുടെ അലീന തന്നെയാണ്. അപ്പോൾ അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ മഴതോറും മുമ്പ് സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ഇന്നത്തത് ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.